ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഒരു ബ്രെഡ് പിസ്സ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചിക്കനിൽ ഉപ്പും സോയാ സോസും പെപ്പറും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് മാറ്റി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കിപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു 8-9 സ്ലൈസ് ബ്രെഡ് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിത് മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഫൈൻ പൗഡറായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ക്രഷ് ആയിട്ടുള്ള രൂപത്തിലാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലൊക്കെ മതിയാവും. അങ്ങനെ നമ്മളിത് ഒരു ബൗളിലേക്ക് ഇട്ട് കുറച്ച് മിൽക്കും കൂടെ ഒഴിച്ച്, മിൽക്ക് അപ്പാട് ഒഴിക്കാൻ പാടില്ല, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കാം. ഒരു പരുവെന്ന് വെച്ചാൽ നമ്മളൊരു പത്തലിനെല്ലാം കുഴക്കുന്നൊരു പരുവം ഉണ്ടാവില്ലേ, ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇടണം. അപ്പോൾ എൻ്റെ കൂടെ അത് വീഡിയോ മിസ്സായതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പറഞ്ഞത് എൻ്റെ മോളാണ്, അവൾക്ക് പറയണം. അപ്പോൾ ഞാൻ ഇത് വെച്ച് പറഞ്ഞോട്ടേന്ന്. അപ്പോൾ നമുക്കിനി പിസ്സ സോസ് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ്, മയോണൈസ്, ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റാക്കാം. ഒരു പാന് വെക്കാം. ആ പാനിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതിയാവും. അപ്പോൾ ബട്ടറൊക്കെ മെൽട്ടായിട്ട് വരുന്ന ടൈമിൽ നമ്മുടെ പിസ്സ ഡോ അതിലേക്കിട്ട് നല്ലോണം നമ്മളൊരു പത്തലിനൊക്കെ പരത്തുന്ന പോലെ നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് പരത്തിയെടുക്കുക. കൈ കൊണ്ട് തന്നെ പൊള്ളാതെ സൂക്ഷിക്കണം. പിന്നെ ആക്കി നമ്മൾ ലോ ഫ്ലെയിമിലിടണം. ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. അതിനുശേഷം ഇത് തവി എടുത്തിട്ട് ജസ്റ്റ് ഇളക്കി നോക്കുക. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതിന് നമുക്ക് വേഗം തന്നെ നൽകി വരും. നമ്മൾ മറിച്ചിടാൻ പാടില്ല. നമ്മൾ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഫ്ലിപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നല്ലോണം ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക അവിടെയായിട്ട്. നമ്മുടെ സോസൊക്കെ ഉള്ളിലേക്ക് നല്ലോണം ഇറങ്ങിക്കോളും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ സോസൊക്കെ ഇതിലേക്ക് ആക്കി നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെയുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ക്യാപ്സിക്കം ഇട്ട്, പിന്നെ ടൊമാറ്റോ ഇടാം. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇടാം. പിന്നെ നമുക്ക് ഈ സമയത്ത് നമുക്ക് സ്പൈസി ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലെക്സും കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞങ്ങളുടെ മൂക്ക് അത്ര സ്പൈസി പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ചീസും മൂക്ക് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചീസും വളരെ മിനിമലായിട്ട് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ചീസൊക്കെ ഇഷ്ടമാണെങ്കിൽ, പിന്നെ പിസ്സയുടെ ഒരു ടേസ്റ്റൊക്കെ വരണേ കുറച്ചും കൂടി ചീസൊക്കെ വേണം. അപ്പം നിങ്ങൾക്ക് ചീസൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടിയിട്ട് വേവിക്കാം. ഈ ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ നമ്മുടെ പിസ്സ എല്ലാം റെഡി ആയിട്ടുണ്ട്.